ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ പെസഹ കൊണ്ടാടുന്ന ദിവസം. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പെസഹ രണ്ട് പ്രധാന സംഭവങ്ങളെ അനുസ്മരിപ്പിക്കലാണ്. ഒന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം ചേർത്ത് വെച്ചിട്ടുള്ള, യോഹന്നാൻ 13-ാം അധ്യായത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഒരു പുതിയ ബലിയർപ്പണത്തിൻ്റെ സ്റ്റൈല് പരിചയപ്പെടുത്തുന്ന കർത്താവ്. രണ്ടാമത്തെ കാര്യം, സമാന്തര സുവിശേഷങ്ങളിലുടനീളം പെസഹ വിരുന്നിൽ അപ്പവും വീഞ്ഞും കരങ്ങളിലെടുത്ത് തൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റി അപ്പസ്വലന്മാർക്ക് വാഴ്ത്തി വിഭജിച്ച് കൊടുത്ത് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന കർത്താവ്. ഈ രണ്ട് സംഭവങ്ങളെ ചേർത്തിണക്കി ധ്യാനിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് ധ്യാനിക്കാം, എന്തിനാണ് കർത്താവ് ഈശോമിശിഹ അപ്പസ്വലന്മാരുടെ പാദങ്ങൾ കഴുകിയത്. ഞാൻ ഈ പാദം കഴുകിയതിനെ ശരിക്കും ആ കഴുകലിൻ്റെ വേദിയെ കുമ്പസാരക്കൂടിനോട് ഉപമിക്കാറുണ്ട്. ഒരു കഴുകൽ, ഒരു ശുദ്ധി വരുത്തൽ, അത്താഴ മേശയിലേക്ക്, ബലിയർപ്പണത്തിൻ്റെ മേശയിലേക്ക് ഒരു കഴുകി ശുദ്ധി വരുത്തൽ ആവശ്യമാണ് എന്ന് പറഞ്ഞു തരലാണ് പാദം കഴുകൽ. കർത്താവ് നമ്മെപ്പോലെ ആകാൻ വേണ്ടി ചെറുതായി ഇറങ്ങി വരുന്ന അവസ്ഥ. നമുക്ക് കർത്താവിനെ പോലെ ആകൽ അസാധ്യമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധിയോളം നമ്മുടെ വിശുദ്ധിയെ ഉയർത്തി വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ പാപികളാണ്, ബലഹീനരാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് കർത്താവായി മാറാനുള്ള വഴി, പുതിയൊരു വഴി തുറന്നു തരികയാണ്. ആ വഴിയാണ് എളിമപ്പെടലിൻ്റെ വഴി, പാദം കഴുകലിൻ്റെ വഴി. പ്രിയപ്പെട്ടവരെ, ഓരോ കുമ്പസാരക്കൂടും പാദം കഴുകലിൻ്റെ വേദിയാണ്. കർത്താവ് ഈശോമിശിഹ നമ്മുടെ ഓരോരുത്തരെയും പാദങ്ങൾ കഴുകി, ശരീരങ്ങൾ കഴുകി, വെടുപ്പാക്കി, വൃത്തിയാക്കി ബലിയർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കുന്ന വേദിയാണ് കുമ്പസാരക്കൂട്. അനുഗ്രഹീതമായ സ്ഥലം. കുമ്പസാരക്കൂടിനെ ഒരു പാപം കഴുകലിൻ്റെ വേദിയാക്കി, കർത്താവ് നമ്മുടെ പാദം കഴുകുന്ന വേദിയാക്കി കാണാൻ പരിശ്രമിക്കണമേ പ്രിയപ്പെട്ടവരെ എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ഒരു സുദിനമാണ് ഇന്ന്. നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ വേല തുടർന്നുകൊണ്ട് പോകാൻ പാദം കഴുകൽ, കുമ്പസാരിപ്പിക്കൽ, ബലിയർപ്പിക്കൽ തുടർന്നുകൊണ്ട് പോകാൻ കർത്താവ് ഈശോമിശിഹ പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ കൊണ്ടാടുകയാണ്. എല്ലാ വൈദികർക്കും വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വൈദികൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കടമകളാണ് പെസഹ വ്യാഴാഴ്ച അനുസ്മരിപ്പിക്കുക. പാപങ്ങൾ കഴുകി ജനങ്ങളെ വിശുദ്ധീകരിക്കണം, ബലിയർപ്പിച്ച് അവരുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കണം. ഈ രണ്ട് ദൗത്യങ്ങൾ പെസഹ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ എല്ലാ വർഷവും കരയുന്ന ഒരു ദിവസം അതുണ്ടെങ്കിൽ അത് പെസഹ വ്യാഴാഴ്ചയാണ്. കാരണം എല്ലാ വർഷവും കാല് കഴുകാൻ വേണ്ടി ഓരോരുത്തരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഞാൻ കാല് കഴുകുന്നത് സാധാരണ, പക്ഷേ ഞാൻ ഓർക്കുന്നത്, ഈശോ എന്തിനാണ് ഇങ്ങനെ മുട്ടുകുത്തിയത്? കർത്താവ് മുട്ടുകുത്തിയില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ പാദം കഴുകാൻ വേണ്ടിയിട്ട്? ഇത്രയ്ക്കും പ്രതാപവാനായ, പ്രപഞ്ചം മുഴുവൻ്റെയും സൃഷ്ടാവായ ഉടയവനായ തമ്പുരാൻ ഒരു പാപിയും ബലഹീനമായ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു പാദം കഴുകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുമാത്രം നന്ദിയോടെ വേണം കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേരാനായിട്ട്, കർത്താവിൻ്റെ അടുത്തിരിക്കാനായിട്ട്. അവൻ നമ്മെപ്പോലെ ആകാനായിട്ട് പരിശ്രമിച്ചില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അടിപ്പള്ളിയിലെ പാദം കഴുകലൊക്കെ കഴിഞ്ഞ് പെസഹ വ്യാഴാഴ്ച അപ്പസ്വലന്മാരാകാൻ തിരഞ്ഞെടുത്തവരെയും കൊണ്ട്, ആ കൊല്ലം ഞാൻ തിരഞ്ഞെടുത്തത് അന്ന് മലമുകളിലെ പള്ളിയിലെ പണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭാരങ്ങളൊക്കെ ചുമന്ന് മോളിൽ കയറ്റാനും പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ മല കയറി പ്രാർത്ഥിച്ചവരൊക്കെ നോക്കിയാണ് 12 പേരെ തിരഞ്ഞെടുത്തത്. പല ഇടവകളിൽ നിന്നായിരുന്നു. അന്ന് മല കയറി മുകളിലെത്തി, അന്നത്തെ കാലുകഴുകൽ ശുശ്രൂഷ കഴിഞ്ഞു. അന്ന് ഒരാൾക്ക് മാത്രം പനി കാരണം ആ 12 പേരെ തിരഞ്ഞെടുത്തിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ അതിന് പകരം അന്ന് ഒരാളെ പുതിയതായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ പാദങ്ങൾ കഴുകി ഞാൻ തിരുവസ്ത്രങ്ങൾ വീണ്ടും ഇടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഈശോ എന്നോട് പറയാണ്, അവിടെ ഇരിക്കുന്ന അമ്മമ്മയുടെ കാലും കൂടി ഒന്ന് കഴുകിയേക്കാൻ. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 85 വയസ്സായി, എല്ലാ ദിവസവും മുടങ്ങാതെ മല കയറുന്ന ഒരു അമ്മാമ്മ, കൂനുള്ള ഒരു അമ്മാമ്മയാണ്. വളരെ കഷ്ടപ്പെട്ട് ഈ ഏങ്ങി വലിഞ്ഞാണ് പാറകളൊക്കെ അള്ളിപ്പിടിച്ച് കയറിയാണ് അമ്മമ്മ മല കയറുന്നത്. കാർമലി അമ്മാമ്മ എന്ന് വിളിക്കും. അപ്പോൾ ഈ അമ്മാമ്മയുടെ പാദം കഴുകാൻ ഈശോ പറയുന്നു. അപ്പം ഞാൻ പെട്ടെന്ന്, കർത്താവെ, സ്ത്രീകളുടെ പാദം കഴുകി എന്താവും? അപ്പോൾ മാർപ്പാപ്പ പാദം കഴുകിയില്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യം. അപ്പം ഞാൻ സ്വയം സമാധാനിച്ചു. 12 അപ്പസ്വലന്മാരെ പാദം കഴുകൽ കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ ഈ ചെയർമേക്കൊന്ന് വന്നിരിക്കാൻ പറഞ്ഞു. അമ്മാമ്മ എന്തിനെന്നറിയാതെ അമ്മാമ്മ വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മാമ്മയുടെ പാദം കഴുകാനായിട്ട് ഞാൻ മുട്ടുകുത്തി. അമ്മാമ്മ കരയാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി.
അവിടെ ഉണ്ടായിരുന്ന മലമുകളിൽ കുർബാനയ്ക്ക് ഉണ്ടായിരുന്ന എല്ലാവരും കരയാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അന്ന് മുതൽ അത്ഭുതകരമായിട്ടുള്ള സംഗതികളാണ് ആ മലയുടെ മുകളിൽ, നമ്മൾ കനകമലയുടെ മുകളിൽ നടക്കാൻ തുടങ്ങി. അനേകം സൗഖ്യങ്ങൾ ഒഴുകാനായിട്ട് തുടങ്ങി. നമ്മൾ ചെറുതാകാൻ തയ്യാറാകുമ്പോൾ കർത്താവ് ഈശോ മിശിഹാ ശരിക്കും അവിടെ ഉയരുകയാണ് ചെയ്യുന്നതെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ പൗരോഹിത്യ ജീവിതത്തിൽ ബലിയർപ്പിക്കുമ്പോഴൊക്കെ കർത്താവിനെ പ്രത്യേകം കാണുകയും അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈശോയെ ജീവനോടെ കാണുന്ന ശരിക്കുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഒരു 4 വർഷം മുമ്പ് ഒരു ജൂൺ മാസം 2-ാം തീയതി എൻ്റെ കിഡ്നിയിൽ ഒരെണ്ണം, എൻ്റെ പള്ളിയിലെ പണിക്കാരൻ്റെ മകന് കിഡ്നി പോയപ്പോൾ ഞാൻ എൻ്റെ കിഡ്നിയിൽ ഒരെണ്ണം കൊടുത്തു, ദാനം ചെയ്തു. അന്നത്തെ ആ സർജറി കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ശരിക്കും ഈശോയെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. അന്നത്തെ സർജറി കഴിഞ്ഞ് പോസ്റ്റ് ഓഫിൽ കിടക്കുമ്പോൾ ഞാൻ ഈ വേദന സംഹാരി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വേദന ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് കണ്ട് അത് സഹിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു കാഴ്ച എന്നെ ഈശോ കാണിച്ചു തന്നു. അത് പെസഹ വ്യാഴാഴ്ച വൈകുന്നേരത്തെ പീഡനങ്ങൾക്ക് ശേഷം, വിചാരണകൾക്കൊക്കെ ശേഷം കർത്താവിനെ പിറ്റേ ദിവസം നേരം വിളിപ്പിക്കാൻ വേണ്ടി, ദുഃഖ വെള്ളിയാഴ്ച ആകാൻ വേണ്ടി ഒരു പൊട്ടക്കിണറ്റിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുന്ന ഒരു രംഗമുണ്ടല്ലോ, അതാണ് ഈശോ കാണിച്ചു തന്നത്. പക്ഷെ പാരമ്പര്യങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതൊക്കെ ഈശോയെ കിടങ്ങിലേക്ക് ഇങ്ങനെ ഇറക്കി നിർത്തി എന്നുള്ളതാണ്. പക്ഷെ ഞാനന്ന് കണ്ടത് ഈശോയുടെ കാലിൽ ചരട് കെട്ടിയിട്ട്, കയറ് കെട്ടിയിട്ട് തല കീഴാക്കി തൂക്കിയിട്ടിരിക്കുന്ന ഈശോയെ ഞാൻ കണ്ടത്. എനിക്ക് അന്ന് അങ്ങനെയാണ് കാണിച്ചു തന്നെ. അപ്പോൾ ഈശോയുടെ ഈ ദേഹത്തു നിന്നൊക്കെ ഇങ്ങനെ ചോര ഒലിച്ചിട്ട് കണ്ണിലും മൂക്കിലും ഒക്കെ ഈ ചോര പോയിട്ട് ഈശോയ്ക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ കിടന്ന് പെടയുന്ന കർത്താവ്. ഞാൻ പിറ്റേ ദിവസം തുടങ്ങി വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പീലാസയിലെ തിരുവോസ്തി കൈകളിലെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ ഇതിന്ന് വാങ്ങി ഭക്ഷിക്കുമെന്ന് പറയുമ്പോഴൊക്കെ ഈ ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് വരും. ഈശോ അങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് പറയാണ്, ഇതെൻ്റെ ശരീരമാണ് മോനെ, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്ക്. കാസകരങ്ങളിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ ചാട്ടവാറടികൾക്ക് ശേഷം ആ കൽത്തൂണിമേൽ നിന്ന് അവനെ വിടിവിപ്പിച്ചിട്ട് ഒരു കയ്യിൽ പട്ടാളക്കാരിങ്ങനെ ബലമായിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് ചോരവാർന്ന ഒരു ശരീരം, മാംസം മുഴുവൻ ചിതറിത്തെറിക്കപ്പെട്ട് അസ്ഥിപഞ്ചരം പോലെയായ കർത്താവിൻ്റെ ശരീരം കണ്ടാൽ പേടിപ്പെടുത്തുന്ന ഒരു രൂപം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കർത്താവിനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കർത്താവ് ഈശോ മിശിഹാ തന്നെ അടിച്ച സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന മാംസ കഷ്ണങ്ങളിലേക്കും തളം കെട്ടിക്കിടക്കുന്ന ചോരയിലേക്കും കൈ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഇതെൻ്റെ രക്തമാണ്, ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഓർക്കണം, വെറുതെ ഉണ്ടായതല്ലാട്ടോ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ഈശോ വില കൊടുത്ത് നേടിയെടുത്തതാ. എന്ത് വിലയാ കൊടുത്തത്? ഈശോയുടെ നാണത്തിൻ്റെ വില, ഈശോയുടെ ത്യാഗത്തിൻ്റെ വില. ഈശോ പരിഹസിക്കപ്പെട്ടില്ലേ? ഈശോയുടെ മാംസങ്ങൾ മുഴുവൻ ചിതറിക്കപ്പെട്ടില്ലേ? ഈശോയ്ക്ക് ഇനി എന്താണ് നഷ്ടപ്പെടുത്താനുണ്ടായത് നമുക്ക് വേണ്ടിയിട്ട്? ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ കുർബാനയായി മാറിയ കർത്താവ്. ആ ഓർമ്മയാണ് പെസഹ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി വില തന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വില കൊടുക്കണം എന്ന് പറയാൻ ഞാൻ ഈ പെസഹ ദിനം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് നിൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഈ മുറിച്ചു കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷമുള്ള ബലിയർപ്പണവും അതിനു മുമ്പുള്ള ബലിയർപ്പണവും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസമുണ്ട്. വിശ്വാസം കൊണ്ട് ഞാൻ കർത്താവിനെ കണ്ട് ബലിയർപ്പിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് കർത്താവിനെ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള ഒരു കൃപ നൽകി കർത്താവ് എന്നെ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, മുറിച്ചു കൊടുക്കാൻ തയ്യാറായാൽ തമ്പുരാനെ കാണാനായിട്ട് സാധിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാനിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മുറിച്ചു കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ വേദനിക്കുന്നത് കണ്ട് ഓടിച്ചെന്നവരെ സാന്ത്വനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ മുറിച്ച് കൊടുക്കലാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ കിഡ്നിയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം ഈശോയെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പെസഹ ദിനത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, പാദം കഴുകുന്ന കർത്താവിനെ ധ്യാനിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും പാദങ്ങളൊന്ന് കഴുകു. പരസ്പരം പാദങ്ങൾ കഴുകു. പാദം കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഫുള്ളായിട്ട് ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം. എല്ലാ കുറവുകളോടും കൂടി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ തുല്യമാണ് പാദം കഴുകൽ. പാദം കഴുകണം. രണ്ടാമതായി വിശുദ്ധ കുർബാന, അത് മുടക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം. നമുക്ക് വേണ്ടി സ്വർഗം തന്നൊരു ഫ്രീ ഗിഫ്റ്റാണ് പ്രിയപ്പെട്ടവരെ. ഈശോ വേദനിച്ച് തന്നൊരു ഗിഫ്റ്റാണ്. അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. അതിന് സാധിക്കട്ടെ. നല്ലൊരു പെസഹ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമീൻ.